ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു തരത്തിൽ ആദർശിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് നമ്മുടെ നവീൻ അവിടെ നിൽക്കുക. ഈ സമയം ആദർശ് നന്ദുവിനെ കാണാനായിട്ട് അകത്തേക്ക് കയറി ചെന്നു. നന്ദു ആണെങ്കിലും ആകെ തകർന്നാട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പം നന്ദുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ CI ആണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കുന്നതുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആകെ വല്ലാതിരിക്കുമ്പോൾ ഞാൻ നവീനെ കണ്ടിരുന്നു, ഇന്ന് രക്ഷയൊന്നുമില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ CI വിചാരിച്ച് വിടാനൊക്കെ പറ്റും ആദർശേട്ടാ, പക്ഷെ അയാൾ വിചാരിക്കാത്തതാണെന്ന കാര്യം നന്ദു പറയുക. അയാൾ കരുതിക്കൂട്ടി അറസ്റ്റ് ചെയ്തതല്ലേ, കള്ളക്കേസിൽ കുടുക്കിയതല്ലേ, അപ്പോൾ പിന്നെ പരമാവധി അയാൾ മറ്റു പലരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ എന്ന കാര്യം പറയും. അപ്പം ഞങ്ങൾ ഒന്നിച്ചാ കാറിൽ വന്നത് നന്ദു, പക്ഷേ അത് പറയേണ്ടെന്നാണ് നവീൻ പറയുന്നതെന്ന് പറയുമ്പം ഒരിക്കലും അത് പറയാൻ പാടില്ല ആദർശേട്ടാ എന്ന് നന്ദു പറയുക. ചേട്ടനെയാണ് അവർ ലക്ഷ്യം വെച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് വഴിമാറിപ്പോയതാ. ഇനി ഒരു കാരണവശാലും ആദർശേട്ടൻ ആ കാറിൽ ഉണ്ടായിരുന്നു എന്ന് പറയരുത് എന്നൊക്കെ നന്ദു പറഞ്ഞു കൊടുക്കുവാട്ടോ ആദർശനോട്. പിന്നെ ആദർശേട്ടന് വിഷമം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം, പക്ഷേ ഞാനിവിടെ ഉണ്ടല്ലോ ആദർശേട്ടാ, ഇന്ന് രാത്രി ഞാൻ വീട്ടിലോട്ട് പോകുന്നില്ല എന്ന് പറയും. എന്നാലും ലോക്കപ്പിൽ കിടക്കുന്ന നയന എനിക്ക് അത്ര നല്ല കാഴ്ചയൊന്നും അല്ല നന്ദു എന്ന് പറയും. അവൾ ഒരു തെറ്റും ചെയ്തിട്ടും ഇല്ലാന്നും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ നമുക്ക് കണ്ടെത്താം ആദർശേട്ടാ. ആദർശേട്ടൻ ധൈര്യമായിട്ടിരിക്കാൻ പറയാം. നാളെ നവീനേട്ടൻ എന്തായാലും രണ്ടും കൽപ്പിച്ചായിരിക്കും കോടതിയിലോട്ട് വരുന്നത്. അത്രയും സമയം ആദർശേട്ടൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് നന്ദു തീർപ്പായിട്ട് പറയാം. ചേച്ചിയെ ആദർശേട്ടന് കാണണ്ടേ എന്ന് ചോദിക്കുമ്പം അത് നന്ദു എനിക്ക് അപ്പം ചേച്ചി ഭയങ്കര ബോൾഡാ. ഇനി ആദർശേട്ടൻ അവിടെ പോയി സങ്കടപ്പെട്ടിട്ട് ചേച്ചി വെറുതെ കരയിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ആദർശേട്ടൻ വാ എന്നും പറഞ്ഞ് നന്ദു വന്നിട്ട് ആദർശനെയും കൂട്ടിക്കൊണ്ട് നയനയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അപ്പോൾ നയനെ ഇങ്ങനെ ആകെ വിഷമിച്ച് തകർന്നിരിക്കുന്നു. അപ്പോൾ നയനെ എന്ന് പറഞ്ഞ് ആദർശ് വിളിച്ചു. അപ്പോഴത്തേക്കും ആദർശിനെ കണ്ട് നയനയുടെ മുഖമൊക്കെ വല്ലാതായിട്ടോ. നയനെ കണ്ടപ്പോൾ ആദർശിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആദർശേട്ടാ എനിക്കൊപ്പം ആദർശേട്ടനും കാറിലുണ്ടെന്നെങ്ങാനും പറഞ്ഞായിരുന്നു എന്ന് നയന ചോദിക്കുമ്പം അത് പറയാനായിട്ടാണ് ഞാൻ വന്നത്, പക്ഷെ അത് നവീനും നന്ദും ഒക്കെ വിലക്കി. അപ്പോൾ ഒരിക്കലും ആദർശേട്ടൻ അങ്ങനെ പറയരുത്, ആദർശേട്ടനെയാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം നയനി അന്നേരം ആദർശനോട് പറഞ്ഞു. ആദർശേട്ടൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നവീൻ നിസാരക്കാരനൊന്നും അല്ലല്ലോ, നമുക്ക് നീതി കിട്ടും ആദർശേട്ടാ. അപ്പോൾ എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ എന്ന് നയന ആദർശ് പറയുമ്പോൾ ആദർശേട്ടനെ ഗൾഫിൽ വെച്ച് ജയിലിലാക്കാൻ നോക്കിയില്ലേ, ബോംബെയിൽ ചതിയിലും പെടുത്തിയില്ലേ, അവർ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നും പറഞ്ഞു. അപ്പം നാളത്തെ ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ ആദർശേട്ടാ, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താമെന്ന് നന്ദു പറയുക. അത് ഇപ്പോഴല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, എന്നാലല്ലേ കോടതിയിൽ ഇവൾ നിരപരാധിയാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ എന്ന് ആദർശ് ഇങ്ങനെ അവിടെ നിന്ന് പറയുമ്പം ആദർശേട്ടൻ വെറുതെ ടെൻഷൻ ആവല്ലേ. നയന ചേച്ചിക്ക് ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നു, പക്ഷെ ഒരു കാരണവശാലും ജയിലിൽ കിടക്കേണ്ടി വരില്ല. ഇനിയിപ്പോൾ കിടന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാന്ന് നയന, എനിക്കതിൽ ഒരു വിഷമവും ഇല്ല. അപ്പം നീ എന്തൊക്കെയാണ് നയന ഈ പറയുന്നത്, ഒരു തെറ്റും ചെയ്യാതെയാ നീ ഇപ്പോൾ ഈ ലോക്കപ്പിൽ പോലും കിടക്കുന്നതെന്ന് പറയുമ്പം എന്നെ ചോദ്യം ചെയ്തു എന്നുള്ളതല്ലാതെ തല്ലിയിട്ടൊന്നുമില്ല എന്നും അതും ചോദ്യം ചെയ്തത് ഇവള് തന്നെയാണെന്ന് പറയും. ആ CI നമ്മുടെ ശത്രുക്കളുടെ ആളാണല്ലേ എന്ന് ആദർശ്. അങ്ങനെ അല്ലെങ്കിൽ അയാൾ ഈ രീതിയിലൊന്നും ചെയ്യില്ലല്ലോ ആദർശേട്ടാന്ന് നന്ദുവും പറഞ്ഞു. അപ്പോഴേക്കും ഇറങ്ങി വരുന്നത് നമ്മുടെ മാന്യനായ CI. അങ്ങനെ അയാൾ ഇറങ്ങി വന്നപ്പോഴേക്കും ഇവരെല്ലാം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ നയന ഇയാൾ ഇറങ്ങി വരുന്നത് കണ്ടു. അപ്പോൾ നയന പറഞ്ഞത് അയാൾ ഇറങ്ങി വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇതാരാ എന്ന് ചോദിച്ചാൽ അയാൾ എന്നിട്ട് സെല്ലിൻ്റെ അങ്ങോട്ടേക്ക് വന്നു. ഞാൻ നയനയുടെ ഹസ്ബൻഡാന്ന് പറഞ്ഞു. ഓ ഹസ്ബൻഡാണോ, അപ്പോൾ രണ്ടാളും കൂടെ ഒരുമിച്ചാണോ സ്വർണ്ണ ബിസിനസ് നടത്തുന്നതെന്നൊക്കെ CI ഇങ്ങനെ ചോദിക്കാട്ടോ ആദർശിനോട്. ആദർശിൻ്റെയൊക്കെ രക്തം തിളച്ച് നിൽക്കുക. എന്തായാലും ഇവള് സഞ്ചരിച്ച കാറിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തതെന്ന് ഈ CI പറയുന്നു. നീയും അതിൽ പങ്കാളിയാണെങ്കിലേ ഇനി രണ്ടാൾക്കും ഒന്നിച്ച് ലോക്കപ്പിൽ കിടക്കാമെന്ന് ഇയാൾ ആദർശിനോട് പറയുക. പക്ഷേ ജയിലിലോട്ട് പോകുമ്പോൾ 2 ജയിലിലായിരിക്കും, അതറിയാവല്ലോ. നയന നിരപരാധിയാണെന്ന് ആദർശ് പറഞ്ഞു. അപ്പോൾ പിന്നെ സ്വർണം കടത്തത് ഞാനാണോ എന്ന് ചോദിച്ചു CI. അത് സാറിന് അറിയാമായിരിക്കുമോ എന്ന് ആദർശ് പറയുമ്പോൾ നീ വലിയ കൊമ്പത്തെ മൂർത്തിയുടെ കൊച്ചുമോനാണെന്ന് കരുതി പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ഷോ കാണിക്കരുതെന്ന് CI പറയാം. അപ്പം ഇതെന്താ ബന്ധുക്കളുടെ സംഘമോ, ഇവളെ ഞാൻ നോവിച്ചിട്ടില്ല, ഇനി ഇവിടെ നിന്ന് വിളച്ചിലെടുത്താം ഗർഭിണിയായ നിന്റെ ഭാര്യ തലേണ്ട അവസ്ഥ നീ ഉണ്ടാക്കരുതെന്നൊക്കെ CI അവിടെ നിന്ന് ഇങ്ങനെ ആദർശിനോട് പറയുമ്പോൾ SI മാഡത്തിന് ഇവളെ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്യാനേ പ്രയാസമായിരിക്കും, അതിന് പറ്റിയ വനിതാ പോലീസൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഈ CI പറഞ്ഞു. അപ്പം എൻ്റെ ഭാര്യയെ നോവിച്ചാലേ സാറിന് പിന്നെ ഈ യൂണിഫോം ഉള്ളപ്പോഴേ CIയുടെ പവർ കാണും, ഇല്ലെങ്കിലേ കഥ മാറുമെന്ന് ആദർശ് പറഞ്ഞു. നീ എന്ത് ചെയ്യൂടാ എന്ന് ചോദിച്ച് CI പേടിപ്പിക്കാം. അപ്പം മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലേ ലോക്കപ്പിലിട്ട് ചവിട്ടി കൂട്ടും നിന്നെ ഞാനെന്ന് ആദർശിനോട് CI പറയണു. ആദർശവനെ ശരിക്കും നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എന്താടാ നീ ഇങ്ങനെ നോക്കണേ എന്ന് CI ചോദിച്ചേ. അനന്തമൂർത്തി നിന്നെ പുറത്താക്കിയപ്പോൾ പുതിയ ബിസിനസ് തുടങ്ങിയതാണോടാ നീ എന്നും
കള്ളക്കടത്ത് ബിസിനസ് ആണോടാ നിൻ്റെ മെയിൻ പണി? എന്നൊക്കെ ഈ CI ആദർശിനെ ഇങ്ങനെ തിളപ്പിച്ച് ചോദിച്ചുകൊണ്ടിരിക്കാം. അതിൽ നിൻ്റെ പങ്ക് എന്താണെന്ന് ഇവള് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിന്നെ ഞാൻ പൊക്കിയേനേന്നും CI പറയാം. ആദർശേട്ടാ പോകാൻ നോക്കാൻ പറഞ്ഞു നമ്മുടെ നന്ദു. അപ്പോൾ പോടാ എന്നും പറഞ്ഞ ആദർശിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുക CI. പക്ഷെ അവനെ ശരിക്കും നോട്ട വിട്ടിട്ടാണ് നമ്മുടെ ആദർശം അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും CIയുടെ മിക്കവാറും ഒരെണ്ണത്തിൻ്റെ എണ്ണം കുറയും. അപ്പോൾ അവൻ വന്നപ്പോൾ ഇവളുടെ കവളത്ത് പാട് വേണമായിരുന്നു, എങ്കിലേ അവന് കുറച്ചുകൂടി ശൗര്യം കൂടിയാനെന്ന് CI പറയാം. അതും പറഞ്ഞുകൊണ്ട് CI അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. CI അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദു നയനയുടെ അടുത്തേക്ക് ചെന്നു. അയാൾക്ക് ഇതുവരെ ട്രാൻസ്ഫറും സസ്പെൻഷനും മാത്രമേ കിട്ടിയിട്ടുള്ളൂ, നല്ല തല്ല് കിട്ടിയിട്ടില്ല ചേച്ചിയും. അത് അയാൾ ഇരന്നു വാങ്ങാനുള്ള പുറപ്പാടിലാണെന്ന് നമ്മുടെ നന്ദു അന്നേരം പറയട്ടെ നയനയോട്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരിയിൽ നെട്ടോട്ട് ഓടുക ജയനൊക്കെ ഈ വിവരം അറിഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് അനി വന്നു. എന്താ വിളിച്ചാ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴത്തെ മോനെ ഒരു അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞു. അയ്യോ എന്താ വിളിച്ചാ, എന്നെ പറ്റിയേ? അത് പിന്നെ കാറിൽ യാത്ര ചെയ്ത് വരുമ്പോഴേ നയനമോളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയും. അപ്പോഴത്തേക്ക് അനി ഞെട്ടി. ദേവയാനി ഇത് കേട്ടുകൊണ്ട് വന്നു. ദേവയാനി അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുക. മോളുടെ കാറിൽ നിന്ന് സ്വർണം കണ്ടെടുത്തെന്നാണ് പറയുന്നത്, രേഖയില്ലാത്ത സ്വർണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്ക് ബോധക്കേട്. അയ്യോ അതാണല്ലേ ജേട്ടൻ ഇത്രയും നേരം ടെൻഷൻ അടിച്ചിവിടെ ഇരുന്നതെന്ന് ദേവയാനി ചോദിക്കും. ഞാൻ എത്ര തവണ ചോദിച്ചു എന്താ പ്രശ്നമെന്ന്, എന്നിട്ട് ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞാൽ തൻ്റെ BP കൂട്ടാമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എൻ്റെ ദേവയാനി? രേഖയില്ലാത്ത സ്വർണ്ണമായിട്ട് മോൾ ഒരിക്കലും യാത്ര ചെയ്യില്ല, ആദർശം അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എന്ന് ദേവയാനി പറയുമ്പം എന്താ നടന്നതൊന്നും അറിയില്ല എൻ്റെ ദേവേ. അവർ ഒരുമിച്ച് പർച്ചേസിന് പോയതാ, ഇടയ്ക്ക് ആദർശ് കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി, അത് കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പം നയനയും ഡ്രൈവറും പോലീസ് സ്റ്റേഷനിലാണ്. ചേട്ടൻ ഇവിടെ നന്ദു ഇല്ലേ? അപ്പം നന്ദുവൊക്കെ ഉണ്ട്, പക്ഷേ ഇത് കെട്ടിച്ചമച്ചൊരു കേസാണ്. അതും ആ സ്റ്റേഷനല്ല CI ആണ് ഇതിനകത്ത് ആള്. അതുകൊണ്ട് നന്ദുവിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന കാര്യവും ജയൻ അന്നേരം പറഞ്ഞു. നവീനും അതുപോലെ ആദർശമൊക്കെ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞെന്നും പക്ഷേ അയാൾ വിട്ടുകൊടുക്കില്ലെന്നാണ് പറയുന്നത് ആ CI. നമുക്ക് ഇത്രയും സ്വാധീനം ഉണ്ടായിട്ടും നയന മോളെ പുറത്തു കൊണ്ടുവരാൻ കഴിയാത്തത് നമ്മുടെ പരാജയമല്ലേ ചെയ്യട്ടാന്നൊക്കെ ദേവയാനി ചോദിക്കണം. നയനമോളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയില്ലേ എന്നൊക്കെ ചോദിച്ച് ദേവയാനി ഭയങ്കര ഇതാവുമ്പം മുത്തശ്ശന് അറിഞ്ഞോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ഞാനിതിനെപ്പറ്റി സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞോളാം, വാശിയൊക്കെ കളഞ്ഞിട്ട് മോളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ദേവയാനി മുത്തശ്ശനെ കാണാൻ ഓടുക. അപ്പം നയനമോളെ ആ CI ലോക്കപ്പിൽ കിടത്തിയിരിക്കാടാ, എങ്ങനെയാടാ ഒന്ന് പോയി കാണുന്നത് എന്നൊക്കെ പറഞ്ഞോട് ജയൻ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് മുത്തശ്ശൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുക നമ്മുടെ ദേവയാനി കരഞ്ഞുകൊണ്ട് ഓടി വരും. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു എന്ത് പറ്റി മോളെ എന്താ എന്ന്. അത് പിന്നെ നയനമോളെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. അപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഞെട്ടി. മുത്തശ്ശൻ നേരം ഇങ്ങനെ കടിച്ചു പിടിച്ചങ്ങനെ ഇരിക്കും, അനങ്ങുന്നില്ല മുത്തശ്ശൻ. അപ്പോൾ എന്തിനാ? അപ്പം നയന സഞ്ചരിച്ച കാറിൽ സ്വർണം ഉണ്ടായിരുന്നെന്നും രേഖകളില്ലാത്ത സ്വർണം ആയതുകൊണ്ട് അവളെ അറസ്റ്റ് ചെയ്തു എന്ന് മുത്തശ്ശൻ പറയാം. ഇത് കേട്ടപ്പം അപ്പോൾ അച്ഛനെല്ലാം അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു ദേവയാനി. അറിഞ്ഞു എന്ന് മുത്തശ്ശൻ അന്നേരം ഒരു പറച്ചിൽ. അച്ഛാ ഈ സമയത്ത് വാശിയും ദേഷ്യമൊക്കെ കളയണം അച്ഛാ, എങ്ങനെയെങ്കിലും മോളെ പുറത്ത് കൊണ്ടുവരണം അച്ഛാ എന്ന് പറഞ്ഞു. അപ്പം നിന്റെ മോൻ വലിയ മിടുക്കനല്ലേ, അതുകൊണ്ടാണല്ലോ അവൻ്റെ പിന്നാലെ നയന പോയത്. പിന്നെ അവളെ ഇറക്കിക്കൂടെ? അന്നേരം ഈ സമയത്ത് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടതെന്ന് മുത്തശ്ശി അന്നേരം ചോദിച്ചു. അച്ഛൻ ആദർശിനോടല്ലേ ദേഷ്യമുള്ളൂ? മോളുടെ 3-ാം മാസ ചടങ്ങിന് അച്ഛൻ വന്നില്ല, അത് പോട്ടെ. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മോളെ സഹായിക്കാതിരിക്കുന്നത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പം നിൻ്റെ അംഗീകാരമൊന്നും എനിക്ക് വേണമെന്നില്ല എന്ന് മുത്തശ്ശൻ. അച്ഛൻ എന്തു പറഞ്ഞാലും എനിക്ക് എൻ്റെ മോളെ രക്ഷിച്ചേ പറ്റുമെന്ന് ദേവയാനി. ലോക്കപ്പിൽ കിടക്കുന്ന നിൻ്റെ മരുമോൾ, അതിൻ്റെ ബാധ്യത നിനക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇനി എനിക്കൊന്നും പറയാനില്ലമ്മേന്ന് ദേവയാനി കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. മുത്തശ്ശൻ അന്നേരം ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ സമാധാനത്തോടെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു മുത്തശ്ശി. അപ്പോഴത്തേക്കും മുത്തശ്ശൻ സമാധാനത്തോടെ അല്ലല്ലോ, കുറേ നേരമായിട്ട് ഞാൻ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മുത്തശ്ശിയോട് നേരം പറയാം. മുത്തശ്ശൻ നിന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോഴാണ് താൻ എന്നോട് ചോദിച്ചത് എന്താണൊരു വിഷമം ഉള്ളതെന്ന്. വിഷമം ഇത് തന്നെ ആയിരുന്നു എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പം ഇദ്ദേഹം വിചാരിച്ച മോളെ ഇറക്കാൻ പറ്റത്തില്ലെന്ന് ചോദിക്കുക, മോളുടെ ഭാഗത്ത് തെറ്റ് കാണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പം മോളെ ഇറക്കേണ്ടവർ ഇറക്കിക്കോളൂവെന്നും ആ സ്റ്റേഷനിൽ നന്ദു ഉണ്ടെന്നും അതുകൊണ്ട് മോൾക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല എന്ന് മുത്തശ്ശിയോട് പറയാട്ടോ. മുത്തശ്ശി ഇന്ന് ഭയങ്കര കരച്ചിൽ. ചിലപ്പോൾ ഇന്നൊരു ദിവസം ലോക്കപ്പിൽ കിടക്കേണ്ടതായിട്ട് വരുമായിരിക്കുമെന്നും മുത്തശ്ശൻ പറഞ്ഞു. നാളെ മോൾ ഇറങ്ങുമെന്നും പറഞ്ഞു.
അതൊക്കെ കേട്ട് മുത്തശ്ശിക്ക് സഹിച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പം താൻ വിഷമിക്കേണ്ടടോ, വനവാസത്തിന് ഭഗവാനൊപ്പം പോയ സീതാദേവിക്കും ഇതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുക. അനുഭവത്തിലൂടെയാണോ മനുഷ്യൻ കരുത്താർജിക്കുന്നതെന്നും മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു. ഈ പ്രശ്നം സോൾവ് ചെയ്യാനേ ആദർശനും നവീനും ഒക്കെ നിഷ്പ്രയാസം സാധിക്കുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് താൻ പിന്നീട് കണ്ടോളാനും മുത്തശ്ശൻ പറയണം. അങ്ങനെ മുത്തശ്ശൻ ആ CIയുടെ നട്ടല് വലിച്ച് ഊരു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷനും സിറ്റുവേഷനൊക്കെ കാണിക്കുന്നത്. അങ്ങോട്ടേക്ക് ദേവയാനിയും അനിയൊക്കെ ഓടി വരുവാണ് നയനയെ കാണാനായിട്ട്. അപ്പോൾ ഇവർ കയറി വന്നപ്പോൾ നയനയെ കണ്ടു. നയനയെ കണ്ടതും തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുക നമ്മുടെ ദേവയാനിയെ. മോളെന്നും പറഞ്ഞ് ഓടി നയനയുടെ അടുത്തേക്ക് ചെന്നു. ഒപ്പം അനിയൻ കയറി ചെന്നു. നയനയാണെങ്കിൽ ദേവയാനിയാണെങ്കിൽ ഭയങ്കര കരച്ചില്ല. അപ്പം നയന ചോദിച്ചു, അമ്മയോട് ആരാ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞതും. അപ്പോൾ അതാരെങ്കിലും ആയിക്കോട്ടെ എന്ന് ദേവയാനി പറയാം. ആദർശിനെ തളർത്താൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ അവരൊരു ചതി ചെയ്തതെന്ന കാര്യം ദേവയാനി പറയണേ. അപ്പം ആദർശേട്ടനോട് ഞാനും നവീനൊക്കെയാണ് പറഞ്ഞത്, ആദർശേട്ടൻ ഒരു കാരണവശാലും ഇതിൽ പങ്കാളിയാകരുത് എന്ന്, ആദർശേട്ടൻ ഇതിലുണ്ടെന്ന് പറയരുതെന്നും. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എന്നെയല്ല അമ്മ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, ആദർശേട്ടനെ തകർക്കാൻ അവരൊക്കെ നോക്കിയെന്ന് പറയുമ്പം എൻ്റെ മോൾക്ക് എന്താ ജാമ്യം കിട്ടാത്തതെന്ന് ചോദിച്ചു ദേവയാനി. നന്ദു ഇവിടെ ഉണ്ടായിട്ട് പോലും അവൾ ഇടയ്ക്ക് എന്നോട് ചോദിച്ചു ഇന്നത്തോടെ ജോലി മതിയാക്കട്ടെ എന്ന്. അവളാണല്ലോ നേരത്തെ കള്ളക്കടത്ത് സ്വർണ്ണമൊക്കെ പിടിച്ചത്. അതുപോലെ മറ്റൊരു കേസിൽ ആ AN ജ്വല്ലറിയുടെ MD അറസ്റ്റ് ചെയ്യാനും അവൾ പോയിരുന്നല്ലോ എന്നും നയന പറയാം. അതുകൊണ്ട് അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നന്ദുവിനെ ഈ സ്റ്റേഷനിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ അവളുടെ ജോലി കളയണമെന്നും അവരൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പഴയ CIയുടെ വേറൊരു പതിപ്പ് ഇപ്പം ഉള്ളവനല്ലേ എന്ന് ചോദിച്ചപ്പം അയാൾ കാശ് വാങ്ങിച്ചിട്ട് ആർക്കോ വേണ്ടി സേവനം ചെയ്യുകയാണെന്ന കാര്യം നയന അനിയോട് പറഞ്ഞു. കുറേ നാളായിട്ട് പലതും വേണ്ടാന്നും പറഞ്ഞിരിക്കായിരുന്നു. പിന്നെ ഇവനെ പോലെയുള്ളവനൊക്കെ പണിയായിരുന്നു വാങ്ങിയാലേ സമാധാനം കിട്ടുള്ളൂ എന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യുമെന്നും അനി ചോദിക്കുക. എൻ്റെ മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു ദേവയാനി. അപ്പം ഇടയ്ക്ക് നന്ദ് ജ്യൂസ് കൊണ്ട് തന്നായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നിനി ജാമ്യം കിട്ടുമോ ഏട്ടത്തിയെന്ന് അനി ചോദിക്കുമ്പം ഇല്ല അനി, ഇന്ന് കിട്ടില്ല. നവീൻ ഇടയ്ക്ക് വന്നായിരുന്നു. CI ആയിട്ട് ഉടക്കിയിട്ടാണ് നവീൻ പോയതെന്നും ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും ആ CI അത് ചെയ്യില്ല എന്നും നയന പറയാം. അന്നേരം മോനെ നീ വാ, നമുക്ക് അയാളെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു ദേവയാനി. അന്നേരം നയന പറഞ്ഞു, അമ്മേ വെറുതെ ഉടക്കാനൊന്നും നിൽക്കരുത് കേട്ടോ എന്ന്. അപ്പോൾ ഉടക്കാനൊന്നും അല്ല മോളെ ഞാൻ പോകുന്നതെന്ന് ദേവയാനി പറയാം. മോളുടെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ അയാൾ ഈ ചതി ചെയ്തില്ലേ, അയാളുടെ വീട്ടിലും കാണുമല്ലോ പെണ്ണുങ്ങൾ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഒരു തെറ്റും ചെയ്യാത്തവരോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളതാണോ മോളെ എന്നൊക്കെ ദേവയാനി ചോദിച്ചു. മോനെ നീ വന്നേ എന്ന് പറഞ്ഞു ദേവയാനിയും അനിയും കൂടെ CI കാണാനായിട്ട് ചെല്ലും. അപ്പോൾ CI മൊബൈലിലൊക്കെ തോണ്ടിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോഴേ ഇവരങ്ങോട്ടേക്ക് ചെല്ലുന്നേ. സാറേ എന്ന് പറഞ്ഞ് അനി വിളിച്ചു. അപ്പോൾ ഇയാൾ തിരിഞ്ഞു നോക്കി. ആരാ എന്നൊക്കെ ചോദിക്കാം. ആരാ നിങ്ങൾ മനസ്സിലായില്ലല്ലോ എന്തിനാ വന്നത്? സാറേ ഞാൻ മൂർത്തി ജ്വല്ലറിയുടെ MD അനിരുദ്ധെന്ന് അനി പറഞ്ഞു. ഇതെൻ്റെ വല്യമ്മയാണെന്ന് പറഞ്ഞു. ഇയാളെന്നൊരു അടിമുടി ഇവരെ രണ്ടുപേരെ ഇങ്ങനെ നോക്കാം. അപ്പോൾ എൻ്റെ മരുമകളാണ് ഇപ്പോൾ ലോക്കപ്പിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞപ്പം അവളുടെ അമ്മായിയമ്മയാണോ? കൊള്ളാമല്ലോ. അമ്മായിയമ്മയ്ക്ക് അതിനെപ്പറ്റി വലിയ അറിവുണ്ടോ എന്ന് CI ചോദിച്ചു. ആ കള്ളക്കടത്ത് സ്വർണത്തെ പറ്റി ഒരു ദേവയാനിക്ക് കലി കയറിയിട്ട് ഒരു രക്ഷയില്ല. അല്ല നിങ്ങളൊക്കെ ജ്വല്ലറി ബിസിനസ്സുകാരാണല്ലോ. അപ്പോൾ പിന്നെ MD സാറിന് എന്തെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ സാറേ ഞങ്ങളൊക്കെ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണെന്നും ഈ അടുത്ത സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നും ദേവയാനി പറഞ്ഞു. അപ്പം ഞങ്ങൾക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. നിങ്ങളുടെ മരുമോള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ കോടതിയിൽ പ്രൂവ് ചെയ്യണമെന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ എന്തായാലും എനിക്ക് കിട്ടിയ മെസ്സേജിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ കാറ് സെർച്ച് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ സ്വർണം ഉണ്ടായിരുന്നതാനും നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയതിൻ്റെ ഇരട്ടി പണം ഞങ്ങൾ തരാമെന്ന് ദേവയാനി അന്നേരം ഇയാളോട് പറയാം. നയനമോളെ റിലീസ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളൊരു വലിയ കുടുംബത്തിലെ അംഗമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് CI അന്നേരം അവിടെ നിന്ന് വലിയ ഡയലോഗ്. അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് അകത്തിട്ടേനെ. അപ്പം സാറത്ര പുണ്യാളനാവാൻ നിൽക്കല്ലേ, നയനടുത്ത് തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ അനി പറഞ്ഞു. പക്ഷെ അത് പോലീസിന് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് CI. പിന്നെ എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റുള്ളൂ എൻ്റെ MD സാറേ. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയാണോ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നോ എന്ന് ചോദിച്ചു ദേവയാനി. നിങ്ങൾക്ക് മുന്നേ ഇവിടെ പലരും വന്നു അവരുടെ മോചനത്തിന് വേണ്ടിയിട്ട്. പേരെടുത്ത ഒരു ചെറുപ്പക്കാരൻ വക്കീലുണ്ടല്ലോ അവനും ഇവിടെ വന്നായിരുന്നു എന്നും പറഞ്ഞു. അപ്പം പറഞ്ഞത് മാത്രമേ എനിക്കിപ്പോഴും നിങ്ങളോട് പറയാനുള്ളൂ എന്ന് CI. എന്തായാലും ഇവിടുന്ന് ജാമ്യം അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് ഈ CI പറയാം. അപ്പോൾ ദേവയാനി നന്ദു അനി ഇങ്ങനെ നോക്കുക. പിന്നെ ഈ കേസ് നടക്കാൻ പോകുന്നത് കോടതിയുടെ മുന്നിലാണ്. അവിടെ നിങ്ങളുടെ മരുമകളുടെ ഭാഗം കേട്ടിട്ട് കോടതി എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്നും ഇയാൾ ഇവരോട് പറയുമ്പം ഇതിനു മുൻപും ഇതുപോലൊരു CI ഈ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു സാറേ.
അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാടോ. അയാളെ തല്ലി ഓടിച്ചതാണെന്നും എനിക്കറിയാമെന്നും അനിയോട് പറയുക. അങ്ങനെ ചെയ്യാൻ ഭാഗത്തിന് അന്ന് അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വളരെ സത്യസന്ധമായ അന്വേഷണം നടത്തിയാണ് ഞാൻ പ്രതികളെ പിടിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇനി ഭീഷണിപ്പെടുത്തിയാലും കൈക്കൂലി തന്നാലും അവളെ വിടുന്ന പ്രശ്നമില്ല എന്നും ഈ CI അനിയോടും ദേവയാനും പറയും. അപ്പം മനുഷ്യത്വം വേണോടോ. ആണായാലേ ഈ ഇട്ടിരിക്കുന്ന വേഷത്തോട് കുറച്ചെങ്കിലും നീതി പുലർത്തണമെന്ന് ദേവയാനി ഇയാളോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അന്നേരം സാറേ എല്ലാം നല്ലതിനാകട്ടോ എന്ന് നമ്മുടെ അനി ഈ CIയോട് പറയുക. അതും പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. ഒന്നും പറഞ്ഞുകൊണ്ട് മൂക്കും ചീറ്റിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ CI. ഒരു പുച്ഛിച്ച ചിരിയൊക്കെ ചിരിച്ച്, പക്ഷെ അത് ഒടുക്കത്തെ ചിരിയാണെന്ന് അയാൾ അറിയണമില്ല, പാവം. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെ കാണാനായിട്ട് ചെല്ലുക ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവർ ചെന്നപ്പോഴത്തേക്കും നന്ദു വേഗം അങ്ങ് എഴുന്നേറ്റ്. അപ്പോൾ നന്ദു ഇങ്ങനെ അവിടെ കിടക്കുമായിരുന്നു. ഇവരെ കണ്ടപ്പോഴത്തേക്കും വേഗം എഴുന്നേറ്റ് ചെന്നപ്പോൾ മോളെ നയനമോളെ രക്ഷിക്കാൻ ഒരു മാർഗ്ഗമില്ലെന്ന് ദേവയാനി ചോദിക്കുക. ഒരിക്കലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കുരുക്ക് അയാൾ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന കാര്യം പറയാം. അവൻ ആ പഴയ CI പോലെയാണല്ലോ, ഒരു മനുഷ്യത്വം ഇല്ലാത്തവനാണല്ലോ. അയാളുടെ വർത്തമാനം കേൾക്കുമ്പോൾ കരുണത്തൊന്ന് പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നതെന്ന് നന്ദു. അപ്പോൾ അതിന് അവസരം ഉണ്ടാകുമല്ലോ. ഈ കേസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ പഴയ നമ്പർ ഇറക്കാമെന്ന് അനി നന്ദുവിനോട് പറയാം. ഏട്ടത്തിക്ക് അങ്ങനെ ജയിലിലേക്ക് പോവേണ്ടി വന്നാൽ അത് അവൻ്റെ അവസാനത്തെ അന്വേഷണമായിരിക്കും എന്ന് പറഞ്ഞു അനി. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ലല്ലോ അനി, എത്രയും പെട്ടെന്ന് നയന പുറത്ത് വരണമെന്ന കാര്യം പറയുകയാണ് ദേവയാനി. അതിനിപ്പോൾ നവീനേട്ടന് കോടതിയിലെ പെർഫോമൻസ് പോലെ ഇരിക്കും കാര്യങ്ങളെന്ന് നന്ദു പറഞ്ഞു. എൻ്റെ വേദന അതൊന്നും അല്ല, ഞാൻ ഈ സ്റ്റേഷനിൽ SI ആയിട്ട് കൂടി ചേച്ചിയെ രക്ഷിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണെന്ന് നന്ദു അന്നേരം പറഞ്ഞു. അത് കേട്ടപ്പം നിന്റെ സീനിയർ ഓഫീസർ പൈസ വാങ്ങിച്ചിട്ട് ഓരോരോ തോന്നിവാസം കാണിക്കുമ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്ദു എന്ന് അനി അന്നേരം നന്ദുവിനോട് ചോദിച്ചു. ഇതിന് നമ്മുടെ രീതിയിൽ മറുപടി കൊടുക്കുക തന്നെയാണ് വേണ്ടതെന്നും പറഞ്ഞു. പക്ഷേ അതിനു മുൻപ് എങ്ങനെയെങ്കിലും ഏട്ടത്തിയെ നമുക്ക് പുറത്തു കൊണ്ടുവരണമെന്ന് അനി പറയാം. അന്നേരം പാവം ആദർശേട്ടൻ എല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയിലാണ്. ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ടാണ് ആ കാറിൽ ആദർശേട്ടൻ ഇല്ല എന്ന് പറഞ്ഞതെന്ന കാര്യവും പറയുവാണ്. അപ്പം ഞാനും മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മോളെ. നാളെ കോടതിയിൽ നയനയ്ക്കോ അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അച്ഛൻ എന്ന് ദേവയാനി പറയുമ്പം, അല്ല വിധി നമുക്ക് എതിരാകുമോ നന്ദു എന്ന് അനി ചോദിച്ചു കേട്ടോ. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അനി, ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ കേസായതുകൊണ്ട് ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് CIയെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അയാൾ ചെയ്തിരിക്കുമെന്ന കാര്യം നമ്മുടെ നന്ദു പറയാം. മോളുടെ വയറ്റിനകത്തൊരു കുഞ്ഞു വളരുന്നുണ്ട്, അറിഞ്ഞിട്ടും അതിൻ്റെ ഒരു പരിഗണന പോലും കൊടുക്കാത്ത ആ CIക്ക് ഒരു കുടുംബം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല മോളെ എന്ന് ദേവയാനി പറയാം. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവന് ഭാര്യയും മക്കളും വേറെ ഉപകരണങ്ങൾ മാത്രമായിരിക്കും എന്ന കാര്യവും ദേവയാനി ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു. അവൻ്റെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി കൂട്ടിയിരിക്കുന്നവരാണ് അവർ. ജയിലിൽ കിടക്കുന്ന നയനമോളെ കാണുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാ മോളെ എന്നൊക്കെ ദേവയാനി ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി നിന്ന് പറയാം. ഇതൊക്കെ കേട്ടപ്പോൾ നന്ദുവിനും ആകെ താങ്ങാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും അവൻ്റെ നട്ടല് വലിച്ചൂരുമെന്ന് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിലും അറിയിക്കുന്നു. വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടെ നിർത്താം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.